മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബന്ധുജനങ്ങളെയും നാട്ടുകാരെയും ഒക്കെ അറിയിച്ച് ആ ദിവസം ഗംഭീര സദ്യയൊക്കെ നടത്തിയിട്ട് കൃത്യമായി സ്ഥാനം കണ്ട് കുഴിച്ച സ്ഥലത്ത് സമചതുരത്തിൽ കുഴിച്ച സ്ഥലത്ത് ഇറങ്ങിയിരുന്ന് സമാധിയായതാണിത്. എൻ്റെ വിളിപ്പുറത്തുണ്ട് എന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് കാണാനും കഴിയുന്നുണ്ട്. ആ വൈറ്റൽ ബോഡി പവർ എനിക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ എൻ്റെ ജീവിതചര്യ കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ കാണാൻ കഴിയുന്നത്. എൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള ഓവൽ ഷേപ്പിലുള്ള കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏത് സമയത്താ? അത് രാത്രികളിലാണ് നമുക്ക് നിലാവുള്ള രാത്രികളിൽ കാണാം. വെള്ള പുതച്ച മനുഷ്യൻ, അധിക വണ്ണമില്ല, 12 മണിയൊക്കെ കഴിഞ്ഞായിരിക്കും. വെള്ള മുഖം ഓവൽ ഷേപ്പാണ്, താടി ശകലം നീണ്ടതാണ്, തൂവെള്ള നിറമാണ്, വെള്ള ഉടുത്ത് പുതച്ച രൂപമാണ് കാണുന്നത്. ഞാനിത് ആരോടും അങ്ങനെ കൂടുതൽ പറയാറില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വലിയൊരു അത്ഭുതമല്ലേ? തീർച്ചയായിട്ടും അത്ഭുതം. നമ്മൾ എന്ത് സങ്കല്പിച്ച് ആഗ്രഹിച്ച് പറയുന്നത് നടപ്പിലാകും. ഇവിടെ വന്ന് വിളക്ക് കൊളുത്തുക, മാല ചാർത്തുക, ഇതാണ് മുഖ്യമായിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ദുഃഖമായിട്ടുള്ള വിഷയം ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് എണ്ണ തരും, ഞങ്ങളാണ് കൊളുത്തുന്നത്. ഞാനിവിടെ എല്ലാം ഇന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വൃത്തിയാക്കി അങ്ങ് ഇരുട്ടിയിട്ടും ഞാനിങ്ങനെ തൂത്തുവാരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഈ നെഞ്ചു വഴി ഇങ്ങനെ കച്ച ഉടുത്ത ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ട്, എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതായിട്ട് എനിക്കൊരു ഇവിടെ ഈ ഒരു വിളക്ക് കൊളുത്തുന്ന സംഗീതത്തിനെയാണ് ജനങ്ങൾ വളരെ ഭയത്തോടെ കാണുന്നത്. ഈ ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിലെ അരിഷ്ടതകൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് വിളക്ക് കൊളുത്തിയാൽ ആ ദോഷം മാറുമെന്നാണ് വിശ്വാസം എന്നുള്ളതിനേക്കാൾ ഉപരി അത് സത്യമാണ്. അതിലെ പ്രധാനിയായിരുന്ന ആൾ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ ആവാഹിച്ചു വെച്ചിരിക്കുന്ന രക്ഷസ് തോന്നൽ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കാണുകയാണ്. പിന്നെ നോക്കുന്നത് ചെറിയ ചിരിയോടുകൂടി നിൽക്കുന്നു. ഞാനപ്പോൾ എൻ്റെ ചില അടുപ്പമുള്ള ബന്ധുജനങ്ങളോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു കാര്യം കണ്ടു. ഇത് യുദ്ധത്തിൽ പോയി മരിച്ച ആളിൻ്റെ പരേതാത്മാവിനെ ആവാഹിച്ചിരുത്തിയിരിക്കുന്നു. ഒരിക്കൽ പോലും ഞാൻ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാത്വികരല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി. ഇവിടെ നിങ്ങളുടെ വശം ശരിയാണോ എങ്കിൽ, എന്നിട്ടും നിങ്ങൾക്ക് ദോഷമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വന്ന് വിളക്ക് കൊളുത്തിയാൽ മാത്രം മതി. പൂമാല ചാർത്തുക, യോഗീശ്വരൻ അത് പറയുമ്പോൾ ആ പല്ലി ചിലയ്ക്കുന്നു ഒരു നിമിത്തം പോലെ. ഒരു കാര്യം നടക്കണം, നിങ്ങൾക്ക് എത്ര നടന്നിട്ടും വിജയിക്കുന്നില്ല, നിങ്ങളുടെ വശം നന്മയുള്ളതായിട്ടും നിങ്ങൾ ശരിയായ രീതിയിൽ നീങ്ങിയിട്ട് പോലും നിങ്ങൾക്ക് ഫലിക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, കല്യാണം നടക്കുന്നില്ല, ഭൂമി സംബന്ധമായ കേസുകളൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല, ശത്രുക്കൾ വെറുതെ കലഹിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വശം ശരിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് വിളക്ക് കൊളുത്തിയാൽ മാത്രം മതി. നമസ്കാരം. അത്ഭുതം, അവിശ്വസനീയം, അത്തരത്തിലൊരു സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ സത്യസന്ധരായിട്ട് ജീവിക്കുന്നവരാണോ? അതായത് മറ്റുള്ളവർ നശിക്കണമെന്ന് ആഗ്രഹിക്കാതെ അത്തരത്തിലൊരു മനസ്സുള്ള ആളുകളാണോ? പക്ഷേ എന്നിട്ടും നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണോ? എങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സ് നൊന്ത് ഈ പറയുന്ന സ്ഥലത്തെത്തി ആ ഒരു ചൈതന്യം, ഒന്നിൽ കൂടുതലുണ്ട്, ആ ചൈതന്യങ്ങളെ വണങ്ങി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സകല ദുരിതങ്ങളും ദോഷങ്ങളും അകലും. ഇത് ഞാൻ പറയുന്നതല്ല, ഇനി പറയാൻ പോകുന്ന ആ തറവാട്ടിലെ ഇപ്പോഴത്തെ തലമുറയിലെ ഒരംഗം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് പിലാപ്പുഴ ഭാഗത്തുള്ള മംഗലത്ത് തറവാട്. ഈ ഒരു തറവാട്ടിൽ വെച്ചാരാധിക്കുന്ന ചൈതന്യങ്ങൾ, ഈ ഒരു ചൈതന്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രീതികളാണ് ഈ ഒരു ചൈതന്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സ് നൊന്ത് വിളിച്ചാൽ അവരുടെ വിഷമം കേൾക്കും, അതിന് പരിഹാരവും ഉടൻ ഉണ്ടാകുന്നത്രേ. നമ്മൾ മനസ്സ്
നൊന്ത് ആത്മാർത്ഥതയോടെ ഒരു പൂമാല അവിടെ സമർപ്പിക്കുക, ഒരു വിളക്ക് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടല്ല, മറ്റ് ദുഷ്ടലാക്കോടുകൂടിയാണ് നിങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ടും സംഭവിക്കാം എന്നാണ് ആ കുടുംബാംഗം ഓർമ്മിപ്പിക്കുന്നത്. പിന്നെയുമുണ്ട്, ഒരു സമയം കഴിഞ്ഞ് ഈ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലത്തുകൂടിയുള്ള യാത്ര അത് പാടില്ലത്രേ. കാരണം ചൈതന്യങ്ങൾ വിഹരിക്കുന്ന ഒരു സ്ഥലമായി ചില സമയങ്ങൾ മാറുന്നത്രേ. ഇത് ഒരിക്കലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല, ഇത് ഓരോ നാട്ടിലെയും വിശ്വാസങ്ങൾ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാതുള്ളവർക്ക് തള്ളിക്കളയാം. നമസ്കാരം. നമസ്തേ. അപ്പോൾ നമ്മൾ ഈ ഒരു തറവാട്ടിൽ എത്തിയത് ഇവിടെ ഒരുപാട് ചൈതന്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. അപ്പോൾ ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള ഒന്നിൽ കൂടുതൽ ചൈതന്യങ്ങൾ കുടികൊള്ളുന്ന ഒരു തറവാടാണ് മംഗലം, അല്ലേ? മംഗലത്ത് തറവാട്. അപ്പോൾ ആ ഒരു ചൈതന്യത്തിൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കണം, ഓരോരോ മൂർത്തികളെക്കുറിച്ച്. നമസ്കാരം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മംഗലം സഞ്ജയൻ. ഇത് എൻ്റെ തറവാട് മൂർത്തി. തറവാട്ടിലെ ഈശ്വരീയമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത ഹരിപ്പാട് പിലാപ്പുഴ മംഗലത്ത് തറവാട്. പിലാപ്പുഴ കരയിൽ പുരാതനമായ 7 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 7 വീടുകളും പ്രധാനം തന്നെയായിരുന്നു ഒരു കാലത്ത്. അതിലെ ഒരെണ്ണമാണ് ഹരിപ്പാട് ഈ പിലാപ്പുഴ മംഗലത്ത് തറവാട്. ഇത് ജ്യോതിഷം, ആയുർവേദം, മാന്ത്രികം എന്നീ വിഷയങ്ങൾക്ക് വളരെ പ്രഗത്ഭമായ കുടുംബമായിരുന്നു. ഇപ്പോഴും ജ്യോതിഷമുണ്ട്. ഞാൻ 26 വർഷമായിട്ട് ജ്യോതിഷം ചെയ്യുന്നുണ്ട്. പാരമ്പര്യ വൈദ്യം, ആയുർവേദം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേരുന്നു. മാന്ത്രികം അതിന് 3 തലമുറ മുമ്പ് വരെ ചാത്തൻ സേവയും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അതിനൊരു നാശം വന്നിട്ട് ഇന്ന് പോയതാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ ജീവൽ സമാധിയാണ്. കേരളത്തിൽ വളരെ കുറവാണ് ജീവൽ സമാധി എന്ന് പറയുന്നത്. കാരണം 3ഓ 4ഓ ജീവൽ സമാധിയെക്കുറിച്ച് ഉള്ള അറിവ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ഇതാണ്. ജീവൽ സമാധിയുടെ പ്രത്യേകത, ഭൂരിപക്ഷം ജീവൽ സമാധിയും ഉത്തര നക്ഷത്ര ദിവസമാണ് നടക്കുന്നത്. അതിലൊന്നും ഇതും ഉത്തര നക്ഷത്രമാണ്. അതേപോലെ ഉത്തര നക്ഷത്രത്തിൽ ജീവൽ സമാധി ആയിരിക്കുന്നത് ചടയമംഗലത്തൊരെണ്ണമുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതാണ്. ജീവൽ സമാധിയെക്കുറിച്ച് കുറച്ച് അറിയേണ്ടതുണ്ട്. പലർക്കും അതിനെക്കുറിച്ച് വലിയ വിജ്ഞാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്ന് വെച്ചാൽ, മഹായോഗികൾക്ക് തിരിച്ചറിയാം അവരെന്താണ് ശരീരം വിട്ട് പോകുന്നതെന്നുള്ളത്. ആ ദിവസം അവർ കണക്ക് കൂട്ടിയിരിക്കും. വളരെ നേരത്തെ തന്നെ ബന്ധ്യനങ്ങളെയും നാട്ടുകാരെയൊക്കെ അറിയിക്കും. എന്നിട്ട് കുഴി കുഴിച്ച് സ്ഥാനം നോക്കി അളന്ന് തിരിച്ച് കുഴിയൊക്കെ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും സദ്യ കൊടുത്തിട്ടാണ് യാത്രയാകുന്നത്. അതൊന്നാണിത്. ഇവിടെ ഇദ്ദേഹവും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബന്ധ്യനങ്ങളെയും നാട്ടുകാരെയും ഒക്കെ അറിയിച്ച് ആ ദിവസം ഗംഭീര സദ്യയൊക്കെ നടത്തിയിട്ട് കൃത്യമായി സ്ഥാനം കണ്ട് കുഴിച്ച സ്ഥലത്ത് സമചതുരത്തിൽ കുഴിച്ച സ്ഥലത്ത് ഇറങ്ങിയിരുന്ന് സമാധിയായതാണിത്. 500-ൽ പരം വർഷം എന്ന് പറയുന്നത് 570 ആണെന്നും 540 ആണെന്നും അല്ല അതിനപ്പുറം ഉണ്ടെന്നും ഒക്കെയാണ് പറയുന്നത്. എൻ്റെ പൂർവികനായിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് മംഗലത്ത് യോഗി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ ജീവൽ സമാധി ഇരുന്നു. അതിനുശേഷം തൊട്ട് ഇവിടെ ഒരു പ്രത്യേക വിശേഷമുള്ളത്, ഈ ഭൂമിയിൽ ഇപ്പം നിലവിലുള്ള ഈ ഭൂമിയിലെങ്ങും നമുക്ക് യാതൊരു ജീവികളെയും മനുഷ്യരെയാണെങ്കിലും ദഹിപ്പിക്കാനോ നോക്കില്ല, കുഴിച്ചിടാനോ നോക്കിയില്ല. മരിച്ച ഒരു ശവശരീരങ്ങളും അടക്കാൻ പറ്റുകയില്ല എന്നാണ്. അതിന് വേറൊരു ശ്മശാനം തന്നെ ഉണ്ട് ഇതിനപ്പുറത്തോട്ട് മാറിയിട്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു പ്രത്യേകത ഇതാണ്. അതിനകത്ത് വേറൊരു അത്ഭുതം ഉള്ളത്, ഇവിടെ ഓരോരുത്തരും മരിക്കുമ്പോഴും ഓരോ പാറ വയ്ക്കണം. എൻ്റെ ഓർമ്മയിൽ ഇതിന് ഇത്രയും ഉണ്ടായിരുന്നു. ഇതിപ്പോഴ് ഏകദേശം അത് താഴ്ന്നുകൊണ്ടിരിക്കുക, വളരെ താഴേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുക, പാറകൾ വയ്ക്കുക. അവസാനം അമ്മ മരിച്ചപ്പോഴും ഒരു പാറ വെച്ചിട്ടുണ്ട്. ഈ ജീവൽ സമാധിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് സങ്കല്പിച്ച് ആഗ്രഹിച്ച് പറയുന്നത് നടപ്പിലാകും. ഇവിടെ വന്ന് വിളക്ക് കൊളുത്തുക, മാല ചാർത്തുക, ഇതാണ് മുഖ്യമായിട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വിളക്ക് കൊളുത്തുക, മാല ചാർത്തുക. മാത്രമല്ല എൻ്റെ വിളിപ്പുറത്തുണ്ട് എന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് കാണാനും കഴിയുന്നുണ്ട്. ആ വൈറ്റൽ ബോഡി പവർ എനിക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ എൻ്റെ ജീവിതചര്യ കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ കാണാൻ കഴിയുന്നത്. ഞാൻ വെളുപ്പിന് 4-4.5 മണിക്കൂർ, 4-5 മണിക്കൂറോളം സാധാരണഗതിയിൽ ധ്യാനമൊക്കെ ശീലിക്കുന്ന ആളാണ്. യോഗയും ധ്യാനവും ഒക്കെ കഴിഞ്ഞിട്ട്, ജപവും കഴിഞ്ഞിട്ടൊക്കെയാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. വേദാന്ത ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പും യോഗയ്ക്കും മറ്റ് പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴും ജ്യോതിഷാലയത്തിലേക്ക് ജ്യോതിഷത്തിൻ്റെ കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. വളരെ അനുഗ്രഹമാണ്.
നമുക്ക് കാണാൻ കഴിയും. എൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള അങ്ങനെ ഓവൽ ഷേപ്പിൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏത് സമയത്താ? അത് രാത്രികളിലാണ്, നമുക്ക് നിലാവുള്ള രാത്രികളിൽ കാണാം. വെള്ള പുതച്ച മനുഷ്യൻ, അധികം വണ്ണമില്ല, 12 മണിയൊക്കെ കഴിഞ്ഞായിരിക്കും ആ ടൈമിലാ. വെള്ള മുഖം ഓവൽ ഷേപ്പാണ്, താടി ശകലം നീണ്ടതാണ്, തൂവെള്ള നിറമാണ്, വെള്ള ഉടുത്ത് പുതച്ച രൂപമാണ് കാണാറുണ്ട് ഞാൻ. അത് എവിടെയാ? ഇവിടെയൊക്കെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് രാത്രി. ചിലപ്പോൾ അവിടേക്ക് വരും, ചിലപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ സമീപത്തേക്ക് വരുന്നതായിട്ട് കാണാറുണ്ട്. ഞാനിത് ആരോടും അങ്ങനെ കൂടുതൽ പറയാറില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വലിയൊരു അത്ഭുതമല്ലേ? തീർച്ചയായിട്ടും അത്ഭുതമാണ്. കാരണം എൻ്റെ ജ്യോതിഷത്തിന് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത്, എൻ്റെ എല്ലാ പ്രവർത്തികളിലും വലിയ അനുഗ്രഹമായിരിക്കുന്നത് ഇതാണ്. ഞാനിവിടെ വന്ന് നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും വന്ന് പറയാനുള്ള ഒരു വലിയ സങ്കേതമാണ്. ഇതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ദുഃഖമായിട്ടുള്ള വിഷയം ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് എണ്ണ തരും, ഞങ്ങളാണ് കൊളുത്തുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും മാല ചാർത്തും, ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും മാല ചാർത്താനായിട്ട്, ആ എണ്ണ തരും, അത് വെച്ച് വിളക്കൊളുത്തും. ഇത് തന്നെ ഇവിടെ നടക്കുന്നത് വളരെ അത്ഭുതകരമാണ്. നമ്മൾ എന്ത് സങ്കല്പിച്ചാലും നടക്കും. പിന്നെ ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത, പിലാപ്പുഴക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രമാണ് വാത്തുകുളങ്ങര ദേവീക്ഷേത്രം. ഇതിന് തൊട്ടടുത്താണ്. തൊട്ടടുത്തെന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 പുരയിടത്തിന് അപ്പുറത്താണ്. വാത്തുകുളങ്ങര ദേവീക്ഷേത്രം ഈ കുടുംബത്തിന് വടക്ക് ഭാഗത്തായിരിക്കുന്നത് കൊണ്ട് ഇവിടെ എല്ലാം കൊളുത്തുന്ന വടക്കോട്ടാണ്. വിളക്ക് കൊളുത്തുന്ന എല്ലാം വടക്കോട്ടാണ്. വാത്തുകുളങ്ങര അമ്പലം എത്രമാത്രം ഉയരുന്നു അതിനനുസരിച്ച് ഇവിടെ ഉയർച്ച ഉണ്ടാകുന്നു. ഇവിടെ എത്രമാത്രം ഉയർച്ച ഉണ്ടാകുന്നു അതിനനുസരിച്ച് വാത്തുകുളങ്ങര അമ്പലത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു. അവിടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നടക്കുമ്പോൾ ഇവിടെ എനിക്കും ഈ കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ഉത്ഥാനം എടുത്തറിയുന്നതാണ്. എന്നുവെച്ചാൽ അത് പ്രകടമാണ്. വളരെ ഈശ്വരാനുഗ്രഹമുണ്ട്. ഇതെല്ലാം വിളക്കുകൾ ഇവിടുത്തെ ഈ സംഗീതത്തിലെ ബാക്കിയുള്ളതിൻ്റെ എല്ലാം പറയാൻ പോവുകയാണ്. അവിടെ എല്ലാം തന്നെ വിളക്കൊളുന്ന വടക്കോട്ടാണ്. മറ്റ് സ്ഥലങ്ങളിലെങ്ങും ഇത് കേട്ടിട്ടില്ല. കാരണം ഇവിടുത്തെ ഒരു കാരണവർ തന്നെ വാത്തുകുളങ്ങര ദേവിയെ ഉപാസിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നതല്ല. അതിനെല്ലാ കാര്യങ്ങളും മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഊഹമല്ല, ഒരു സത്യമാണത്. യോഗിയെ കാണുന്നത് എല്ലാം ഇത് സാത്വിക ഭാവത്തിലുള്ളതാണ്. ശൈവമാണെന്ന് പറയുന്നു. രാത്രി 12 തൊട്ട് 2 വരെയുള്ള സമയം ദിവസങ്ങൾ പറയുന്നു, പ്രത്യേക ദിവസവുമല്ല. അങ്ങനെ ശുക്ലപക്ഷ സമയത്ത് കറുത്താവിന് ശേഷം വെളുത്താവ് വരെയുള്ള ദിവസങ്ങളിലെല്ലാം പ്രകടമാണ് പലപ്പോഴും. അത് പ്രത്യേകിച്ച് ഈ കൂടുതൽ പ്രകടമാകുന്ന മാസങ്ങളാണ് ഈ വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം. ഇത് കഴിയുമ്പോൾ തൊട്ട് ആ പ്രഭാവം കുറച്ചൊന്ന് കുറയുന്നതായിട്ട്. ഇന്നുമെന്നല്ല, ചില ദിവസങ്ങളിൽ രാത്രിയിൽ കാണാം. മാത്രമല്ല, ഞാൻ രാത്രിയിൽ ഇങ്ങനെ നിലാവ് കൊള്ളാനും ഇവിടെ വന്നിരുന്നൊക്കെ ധ്യാനം ചെയ്യും. പായൊക്കെ ഇട്ട് വന്നിരുന്ന് ചിലപ്പോൾ ധ്യാനം ചെയ്യും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കാണാം. അത് പക്ഷെ ഒരു ഭയമായിട്ട് തോന്നാറില്ല. ഭയം തോന്നാറില്ല. മാത്രമല്ല, എനിക്ക് എന്തൊരു വിഷമം ഉണ്ടായാലും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. എനിക്ക് വന്ന്, ഞാനൊരു പ്രഭാഷകനാണെങ്കിൽ പോലും എനിക്ക് ആ പ്രഭാഷണ ഭാവത്തിലേക്ക് പറയാനുള്ള മനസ്സല്ല. കാരണം ഇതെൻ്റെ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വളരെ വൈകാരികമായി പോകുന്നു. കാരണം ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയത്തെല്ലാം എനിക്ക് വളരെ അനുഗ്രഹമായിട്ടാണ്. അമ്മയും എപ്പോഴും പറയുമായിരുന്നു അത് വളരെ അനുഗ്രഹമായിട്ടുള്ള കാര്യം. നമുക്ക് വന്നൊരു സാന്ത്വനമായിട്ട് തന്നെ വരും. പുറത്തുനിന്നുള്ള ഭക്തരൊക്കെ ഈ പ്രദേശങ്ങളിലുള്ളവരും ഈ കുടുംബത്തിൽ ഇത് കണ്ട് ഇവിടെ വന്ന് തൊഴാനായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ആളുകളൊക്കെ വന്ന് തൊഴാം. ഞാനിത് കൂടുതൽ അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. ഇവിടെ ജ്യോതിഷത്തിന് വരുന്നവരുടെ അറിഞ്ഞിട്ടില്ലല്ലേ പുറത്തോട്ട്? അധികം ആളുകളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കാരണം ആ അനുഗ്രഹം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഈ പ്രദേശങ്ങളിലുള്ള പഴമക്കാർക്കെല്ലാം അറിയാം. പഴയ കുടുംബം, ഒത്തിരി പുതിയ താമസക്കാരൊക്കെ വന്നിട്ടുണ്ട്. പഴയ കുടുംബക്കാർക്കെല്ലാം അറിയാം. അവർ വന്ന് വിളക്ക് കൊളുത്തും. മിക്ക ദിവസവും എണ്ണ കൊണ്ടുവരിക, മാല ചാർത്ത്, ഇതൊക്കെ ഉണ്ട്. ഈ കുടുംബത്തിൽ നിന്ന് പെറ്റുപറന്ന് പോയവർ, ഈ ദേശത്തു നിന്ന് വിറ്റുപെറുക്കി മറ്റ് ദേശങ്ങളിൽ പോയി താമസിക്കുന്നവരുണ്ട്. അവരും ആ പഴയ ഓർമ്മയിൽ അവരുടെ സന്തതി പരമ്പരകൾ വന്ന് വിളക്ക് കൊളുത്താം. ഒത്തിരി പേര് ഈ ദേശത്തു നിന്ന് പഴയ കുടുംബക്കാരൊക്കെ പോയിട്ടുണ്ട്, അവരും വരുന്നുണ്ട്. പിന്നെ ഇവിടങ്ങളിലെ പഴയ കുടുംബക്കാരെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പെറ്റുപറന്ന് പോയവരെല്ലാം അങ്ങനെ അന്യദേശങ്ങളിലേക്കൊക്കെ ആയവരൊക്കെ വന്നിട്ട് തൊഴുന്നുണ്ട്. ഇപ്പോഴും വേറൊരു പ്രത്യേകത നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം എവിടെയെങ്കിലുമൊക്കെ പോയി ജ്യോതിഷം നോക്കുമ്പോൾ നിങ്ങളുടെ പൂർവികരുടെയൊക്കെ പ്രധാന കുടുംബമായിരുന്ന മംഗലത്ത് തറവാട്ടിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതുകൊണ്ട് അവിടെ പോയി ദർശനം നടത്തുക, തൊഴുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോരുത്തർ വന്ന് വിളക്കൊളുത്തുന്ന ഒരു സമ്പ്രദായം. തിരിഞ്ഞു നോക്കാതിരുന്നവരെല്ലാം ഇവിടെ വന്ന് വിളക്കൊളുത്തും. ജീവൽ സമാധിയിലും ആ ഉണിച്ചയ്ക്ക് വന്നിട്ട് വിളക്കൊളുത്തുന്ന ഒരു ഈ അടുത്ത സമയങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്. ഞങ്ങൾക്ക് വിളക്കൊളുത്തണം, ഇവിടെ വന്നിട്ട് ഞങ്ങൾ ജ്യോതിഷം നോക്കിയിട്ട് ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞു.
എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അവർ പലരും വരാതിരുന്നു പോയവരൊക്കെയാണ്. ഈ ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോയവരാണ്. തിരിച്ചത് പൂരിപ്പിച്ചുകൊണ്ട് അവർ വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇവിടെ ചില ദിവസങ്ങളിൽ ഈ ഭൂമിയുടെ തന്നെ ഒരു പ്രത്യേകത, വെരുകിൻ പുഴുവിന്റെ മണം വരും. വെരുകിൻ പുഴു നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോഴെങ്ങും ഇല്ലല്ലോ. പക്ഷേ ഈ ഭൂമിയിൽ എപ്പോഴും, ഇന്ന് രാവിലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ ചുറ്റുവട്ടത്ത് കാണും, പ്രത്യേകിച്ച് ഈ വെളുത്ത പക്ഷം കറുത്തതിന് ശേഷം വരുന്ന പിറ്റേ ദിവസം ശുക്ലപക്ഷ പ്രഥമ മുതൽ പൗർണമി വരെയുള്ള ദിവസങ്ങളിലെല്ലാം രാത്രിയിൽ ഞാനിങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ അറിയാം. അതെനിക്ക് ശരിക്കറിയാം. വെരുകിൻ പുഴുവിൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ലൊരു സുഗന്ധമാണ് വെരുകിൻ പുഴു. അതെന്താണെന്നാണ് ഈ വെരുകി വന്ന് ചാരിയിട്ടൊക്കെ പോകും ഇലകളിൽ. അല്ല, ഇവിടുത്തെ അങ്ങനെ ഒരു മണം. അപ്പൊ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നാണ് ഇവിടെ ഉറപ്പാ. വേറെ ആരെങ്കിലും യോഗിയെ ഇതുപോലെ കാണാനുള്ള ഭാഗ്യം കിട്ടും? എൻ്റെ പൂർവികർക്കൊക്കെ വലിയ ഭയമായിരുന്നു ഇത് കാണുക എന്ന് പറഞ്ഞത്. കാരണം അത്രയും സൂക്ഷ്മമായിട്ട് അവർ പറയായിരുന്നു. ഈ തെക്ക് വശത്ത് ഇപ്പം മംഗലത്ത് തറവാട് എന്ന് പറയുന്ന നാലുകെട്ട് അപ്പുറത്ത് ജ്യേഷ്ഠൻ താമസിക്കുകയാണ്. തെക്കിന് നിന്ന ഭാഗമാണ് ഇപ്പം ഞാൻ ഈ താമസിക്കുന്നത്, ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ പൂർവികരെല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം, തെക്ക് വശത്തോട്ട് പോയി ഒരു കളിയും കളിക്കരുത്, അവിടെ പോയി ബഹളം വെക്കരുത്, പിള്ളേരെല്ലാം കളികളും ഒക്കെ ആയിട്ട് വടക്ക് വശത്ത് നിൽക്കാവുന്നത്. ഓണം കളിക്കാനൊക്കെ ഞങ്ങളിവിടെ വരുമായിരുന്നു. ഈ പ്രദേശങ്ങളിലെ കുട്ടികളും യുവതികളും യുവാക്കളും ഒക്കെ ഓണം കളിയൊക്കെ ആയിട്ട് അക്കാലത്ത് ഓണ ദിവസങ്ങളിൽ വരുമെങ്കിലും അല്ലാത്ത ദിവസം എല്ലാവർക്കും ഭയമായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, ഈ രീതിയിൽ ഇങ്ങനെ പോകുന്ന എനിക്കൊരു ഉൾവിളി പോലെ വന്നിട്ട് ഞാൻ വൈകുന്നേരം മാത്രമുള്ള വിളക്കൊളുത്തൽ വെളുപ്പിന് വന്നു. ഒരു 4:30 മണിക്കൊക്കെ ഞാൻ ധ്യാനത്തിന് ഇരിക്കാൻ തുടങ്ങി. 17 വയസ്സായപ്പോഴത്തോട്ട് എനിക്ക് അങ്ങ് തോന്നൽ വന്ന്, ജീവൻ സമാധിയിലെ അവിടെ കാര്യമാണ് ഇവിടെ വന്ന് ഞാൻ വിളക്കൊളുത്താൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലും ഒരു നാശം വരാൻ പോകുന്നെങ്കിൽ ഉടനെ അറിയാം. അതിവിടെ മുൻകൂട്ടി അറിയാൻ പറ്റും, മുൻകൂട്ടി അറിയാനൊക്കെ. അത് വിളക്കൊളുത്താൻ തുടങ്ങുമ്പോഴറിയാം. പിന്നെ എന്നെ എതിർക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള, ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, ആർക്കും നാശം വരണമെന്നും ചിന്തിക്കാറില്ല. പക്ഷെ എന്നെ എതിർത്ത് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള നാശം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പക്ഷെ ഞാനത് സന്തോഷിക്കാറില്ല, അത് ഉറപ്പാണത്. പിന്നെ എനിക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പറയാൻ തുടങ്ങുന്നു, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങുന്നു, അതൊക്കെ ഒരു ഉൾവിളി പോലെ അറിയാം. ഇത് ഇദ്ദേഹം വന്ന് പറയുന്നത് പോലെ അറിയാം, സൂക്ഷിക്കണം. വിളക്കൊളുത്തുമ്പോൾ അറിയാം, ഇങ്ങോട്ട് വിളക്കൊളുത്താൻ വരുമ്പോൾ സഞ്ജയൻ സൂക്ഷിക്കണമെന്ന് ഉള്ളിൽ പറയും. അത് അപ്പോൾ ഞാൻ ജാഗ്രതയാകും. മാത്രമല്ല, ചില ദിവസം ചില യാത്രകൾ വന്നാൽ ആ യാത്ര പോകരുത്. പ്രഭാഷണത്തിന് പോകുന്നെങ്കിൽ ആ പ്രഭാഷണം ഇന്ന് പോകാതിരിക്കുക, ഇന്ന വഴിക്ക് പോകാതിരിക്കുക. ഇന്ന് ട്രെയിൻ യാത്രയ്ക്കാണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ട്രെയിനിൽ പോകണ്ട, ഇന്ന് ബസ്സിൽ പോയാൽ മതി. അങ്ങനെ പലയിടത്തും പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടായത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങളിലെ ചുറ്റോട്ടുള്ളവരോട് വന്ന് പ്രാർത്ഥിക്കണം, അവർ ഇതുപോലെ അനുഭവങ്ങൾ പറയാറുണ്ട്. ഒത്തിരി പേര് പറയാറുണ്ട്, ഒരുപാട് പേര് പറയാറുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ വലിയ അധർമ്മം കാണിച്ചിട്ട് വന്ന് രക്ഷിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്ര വളരെ സാത്വിക ഭാവമാണ്. കാരണം ഒരുപാട് നാശം വധിച്ചിട്ട് വന്ന് വിളക്കൊളുത്തണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ തന്നെ എനിക്കറിയാം, ചിലരെയൊക്കെ വലിയ മഹാരോഗങ്ങളും ഒക്കെ പിടിപെട്ടിരിക്കുക, ഇവിടെ വന്ന് വിളക്കൊളുത്തും. കാരണം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ വിളക്കൊളുത്താമെന്ന് വിചാരിച്ച് നടക്കരുത്. മാത്രമല്ല, ഞാൻ ചെയ്യുന്ന പൂജകളും കർമ്മങ്ങളും എല്ലാം സമ്പൂർണ്ണ സാത്വികമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പിഴവ് വരരുത് എന്നുള്ള ചിന്തയിലാണ് ഞാൻ പോകുന്നത്. പുറമേ നിന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടു, പല സ്ഥലങ്ങളിലേക്കും ഇത് എത്തിപ്പെടും, പല ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് ഇവിടെ വന്നൊന്ന് തൊഴണമെന്ന് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും വരാമല്ലോ. ഒരു വലിയ പുണ്യസങ്കേതമാണ്. നോൺ വെജ് കഴിച്ചിട്ട്, മാംസഭക്ഷണം കഴിച്ചവർ ഒന്ന് വിളക്കൊളുത്താൻ അനുവദിക്കത്തില്ല. പിന്നെ മിക്കവരും തന്നെ കൊളുത്തിക്കോളും എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയുള്ളൂ. ഞാനും കൊളുത്തും, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊളുത്തും. പുറത്തുനിന്ന് വന്ന അഥവാ ആൾക്കാർ വന്നാൽ അവർ ചെയ്യേണ്ട ആകെയുള്ള അവരുടെ വഴിപാടെന്ന് പറഞ്ഞാൽ ഈ മാല സമർപ്പിക്കുക, വിളക്കൊളുത്തുക, പിന്നെ വിളക്കൊളുത്താനുള്ള എണ്ണ വാങ്ങിക്കാൻ അവർക്ക് തോന്നുന്ന എന്തെങ്കിലും കാശ് വയ്ക്കും. ഇത് രക്ഷസിന്റെ സ്ഥാനമാണ്, പൂർവികൻ തന്നെയാണ് എന്നാണ് പറഞ്ഞറിവ് ഉള്ളത്. ഇവിടെ വിളക്കൊളുത്തും. മംഗലത്ത് കുടുംബവും കിഴക്കേ പുല്ലാമഴി കുടുംബവുമായി തമ്മിലൊരു മാന്ത്രിക യുദ്ധം ഉണ്ടായതിനെ കുറിച്ചൊരു കഥയാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് 2 കുടുംബത്തിലെയും ആൺസന്തതികളെല്ലാം മരിച്ചുപോയി. ഇവിടെ ചാത്തൻ സേവ കൊണ്ട് അവിടെ യോഗം നടക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം നാലുകെട്ടിലേക്ക് വരുത്തിച്ചത്. അതൊരു തെറ്റായ കാര്യമായിരുന്നു കാണിച്ചതെന്നാണ്. ഒരു കുടുംബയോഗം നടക്കുന്ന സമയത്ത് എന്തോ ഒരു അഭിപ്രായ ഭിന്നത കൊണ്ടാണ് ഇവിടെ ഉള്ളവർ ചെയ്തതെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് വേറെ കഥയുണ്ട്. അവിടെ വെച്ചിരുന്ന ഭക്ഷണമെല്ലാം ചാത്തനെ കൊണ്ട് ഇവിടെ വരുത്തിച്ചു. അപ്പോഴവിടെ യോഗം കഴിഞ്ഞ് ഭക്ഷണം വിളമ്പാൻ നോക്കും, ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ അതൊരു അപമാനമായതിനു ശേഷം കിഴക്കേ പുല്ലാമഴിയും മംഗലത്ത് കുടുംബവും മംഗലത്ത് തറവാടും തമ്മിലുള്ള മാന്ത്രിക യുദ്ധങ്ങൾ വന്ന് പരസ്പരം അങ്ങനെ വന്നിട്ട് 2 കുടുംബത്തിലെയും ആൺസന്തതികളെല്ലാം അറ്റുപോയി. അങ്ങനെ ഒത്തിരി പേര്, ഇവിടെ തന്നെ 21 പേരോ മറ്റോ അക്കാലത്ത് മരിച്ചെന്നാണ്. ഈ പുല്ലാമഴി കുടുംബവും ഈ കുടുംബവും തമ്മിൽ ഇതിൻ്റെ അടുത്ത പുരയിടം അതാ. ഈ
പ്ലാപ്പുഴക്കരയിൽ 7 കുടുംബം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒരു കുടുംബം പുല്ലാമഴിയാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള മാന്ത്രിക യുദ്ധത്തിൽ 2 കുടുംബത്തിലെ ആൺസന്തതികളെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ പ്രധാനിയായിരുന്ന ആള് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ ആവാഹിച്ചു വെച്ചിരിക്കുന്ന രക്ഷസൻ. ഇവിടെ അതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിച്ച ഇവിടെ ഭയങ്കര ഇവിടെ എന്ന് വെച്ചാൽ ഈ ഉദര രോഗങ്ങൾ മഹാരോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറാനൊക്കെ ആയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഇവിടെ വൈദ്യന്മാർ ധാരാളം ഉണ്ടായിരുന്നു. എല്ലാവരും വൈദ്യന്മാരാണ്. ആ പാരമ്പര്യ രീതി ഇപ്പോഴും തുടരും. 7 തലമുറയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ശക്തമായിട്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പോഴും നമ്മൾ ജ്യോതിഷം നോക്കുമ്പോഴും എല്ലാം കാണുന്നു. അപ്പോഴേ പൂച്ചകൾ എനിക്കും ഒരു കാവലാണ്. ഇങ്ങനെ കയറി ഇറങ്ങി ഏതെങ്കിലും ഒരു പൂച്ച ഓരോ കാലയളവിൽ കാണും. പക്ഷെ ഈ ഇവിടെ വന്ന് രാത്രികളിൽ പൂച്ച വന്ന് അടുക്കയിരിക്കും. ഏതാണെന്ന് അറിയില്ല. ഒന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് ഈ ഒരു സങ്കല്പമൊക്കെ ഞാൻ ഇവിടെ ഒക്കെ നടക്കും, കൂടെ കാണും. അത് ഈ ഒരു സങ്കല്പമാണ് വിശ്വാസം അല്ലേ? വിശ്വാസമല്ല, അതൊരു സത്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ വിളക്ക് കൊളുത്തൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വിളക്കൊളുത്തൽ മാത്രമേ. ഇത് ഉണിച്ചക്കി എന്ന് വന്ന പേര്. ഉണിച്ചക്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ പണ്ട് കാലത്ത് വീട്ടിൽ സഹായിയായിട്ടുണ്ടായിരുന്നു. അവർ ഗർഭിണിയായി മരിച്ചു പോവുകയായിരുന്നു ചെയ്തത്. ഗർഭിണിയായി മരിക്കുന്ന സമയത്ത്, പ്രസവത്തോടു കൂടി മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ആളുകളെ വിളിപ്പിച്ചു. ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിച്ചതിന് ശേഷം അവിടെ തന്നെ മംഗലത്ത് തറവാട്ടിൽ തന്നെ കാണും, അതിന് ഞാൻ അടയാളം തരുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് മരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇവർ ഇവിടുന്ന് മാറി ഒരു കുന്ന് പോലെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇവർ കൂട്ടമായി താമസിച്ചിരുന്നത്. വേറൊരു സമുദായത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. അപ്പോൾ അവർ മരണസമയത്ത് ഇവർ ഈ ഒരു ദേവതയെ പോലെ സംസാരിച്ചു. ഞാൻ ഇന്ന സ്ഥലത്ത് വന്നിരിക്കും, ഞാൻ അവിടെ കാണും, അതിനുള്ള അടയാളം തരും, എനിക്ക് അവിടെ വെച്ച് വിളക്ക് കൊളുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചു എന്നാണ് മുൻഗാമികൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അവർ ഗർഭിണിയായി ഗർഭത്തോടെ അങ്ങ് മരിക്കുകയായിരുന്നു. അങ്ങനെ മരിച്ചപ്പോൾ അന്നിവിടെ ഒരു ഏഴിലം പാല ഉണ്ടായിരുന്നു. ആ ഏഴിലം പാലയുടെ കമ്പ് താനെ വരുന്ന ഇരിഞ്ഞ് വീണിട്ട് ഒരു ചില്ല ഇരിഞ്ഞ് വന്ന് കുത്തി നിന്നു. പിന്നെ ആ ചില്ല കിളിച്ചു, വലിയ ഏഴിലം പാല പോയി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. അവർ മരിക്കുന്ന അവിടെ കരച്ചിൽ നടക്കുക. ഇവിടുന്ന് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു കുന്നുപോലൊരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പം മറ്റാളുകളൊക്കെ താമസിക്കുന്നു. അവിടെ കരച്ചിൽ കേൾക്കുക, ഇവിടെ വന്ന് ചില്ല വന്ന് കുത്തി നിൽക്കുകയും ചെയ്തു. ആ ചില്ല കിളിർത്ത് വലിയ മരമായി മാറി. ആ മരം 2010 ജൂണിന് ഉണങ്ങി വീണു. ഇവിടെ ഒരു വലിയ കെട്ടിപ്പിടിച്ചാൽ എത്താത്ത ഒരു ഏഴംപാലയായിരുന്നു നിന്നിരുന്നത്. അത് അവർക്ക് മരണം സംഭവിക്കുമ്പോൾ അടർന്നു വീണ് കിളിർത്ത ആ ശാഖ വളർന്ന മരമായിരുന്നു എന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. അതും പോയി. 2010 ജൂൺ 10-നാണ് അത് താഴെ വീണത്, ഉണങ്ങിയത്. ഇതൊരു വലിയ സമയത്തിലുള്ള മണ്ണുകൊണ്ട് പൊക്കി വെച്ചിരുന്ന സ്ഥലമാണ്. ഞാനത് പിന്നീട് കല്ല് കെട്ടി ഇങ്ങനെ ആക്കി. ആ പാല വീണതിന് ശേഷം ഇപ്പോഴത്തേണ്ട ഇതിന് കൃത്യം നേരെ തന്നെ ഒരു ഏഴിലം പാല കിളിച്ചു വരുന്നുണ്ട്. ഞാനത് വളരെ പരമഭദ്രമായിട്ട് ഇങ്ങനെ നിലനിർത്തിയിരിക്കുക. പലരും പറഞ്ഞത് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, അവിടെ വേണ്ടല്ലോ, വീടിൻ്റെ പുരയിടത്തിന് നടുക്കേക്ക് മാറി ഒരു ഏഴിലം പാല കിളിക്കുന്നത് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഇതിനൊരു വലിയ കാരണമുണ്ട്. അതിന് പകരം അവിടെ വളർന്നു വരികയാണ്, തനിയെ വളർന്നു വരും, വേഗം വളരുകയാണ്. അത് ഇവിടെ ഈ ഒരു വിളക്ക് കൊളുത്തുന്ന സങ്കേതത്തിനെയാണ് ജനങ്ങൾ വളരെ ഭയത്തോടെ കാണുന്നത് കൂടുതൽ. കാരണം സങ്കേതത്തിന് ചുറ്റടുത്തുള്ള വീടുകളിൽ എന്തെങ്കിലും വഴക്കോ ബഹളമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നാശമുണ്ടോ ഞങ്ങൾ പറയാൻ പോകാറില്ല. അവർക്ക് വലിയ നാശം ഉണ്ടാകും, പലർക്കും കാണാമെന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ദുരിതമോ ദുഃഖമോ ഒക്കെ ഉണ്ടായാൽ എല്ലാവരും വന്ന് വിളക്ക് കൊളുത്തും. അതിനേക്കാൾ ഉപരി ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിലെ അരിഷ്ടതകൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് വിളക്ക് കൊളുത്തിയാൽ ആ ദോഷം മാറുമെന്നാണ് വിശ്വാസം. എന്നുള്ളതിനേക്കാൾ ഉപരി അത് സത്യമാണ്. അവർ വന്ന് വിളക്ക് കൊളുത്തും. വിശ്വാസം എന്ന് പറയുമ്പം അതൊരു തോന്നൽ മാത്രമായിരിക്കാം, ഇതങ്ങനെയല്ല, സത്യമാണ്. ഇവിടെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പ്രസവാരിഷ്ടതകൾ മാറും. അങ്ങനെ വന്ന് വിളക്ക് കൊളുത്തും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബാധയൊക്കെ ഉണ്ടെങ്കിൽ ഈ എന്താ പറയുക, കന്നിച്ചാവിൻ്റെ ഉപദ്രവം എന്നൊക്കെ പറയുമല്ലോ, കുട്ടികൾക്കൊക്കെ വലിയ ബാധോപദ്രവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ വന്ന് വിളക്ക് കൊളുത്തും. അത് മിക്ക ദിവസം എണ്ണ ഇവിടെ ആളുകൾ കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇതുവരെയും ഇവിടെ ഈ രൂപമൊന്നും അങ്ങനെ ഭയന്നിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ ഇവിടുത്തെ മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുഭവമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 2 വർഷം മുമ്പ്, 2021 മകരമാസത്തിലെ ഒരു മൂലനക്ഷത്ര ദിവസം ഞാനിവിടെ എല്ലാം ഇന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വൃത്തിയാക്കി അങ്ങ് ഇരുട്ടിയിട്ടും ഞാനിങ്ങനെ തൂത്തുവാരിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഈ നെഞ്ചു വഴി ഇങ്ങനെ കച്ച ഉടുത്ത ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ട്, എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതായിട്ട് എനിക്കൊരു തോന്നൽ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കാണുകയാണ്. പിന്നെ നോക്കി ചെറിയ ചിരിയോടുകൂടി നിൽക്കും. ഞാനപ്പോൾ എൻ്റെ ചില അടുപ്പമുള്ള ബന്ധുജനങ്ങളോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു കാര്യം കണ്ടു.
എൻ്റെ അടുക്ക വന്നിരിക്കുന്നത്. ശകലം വണ്ണമുള്ള സ്ത്രീയാണ്. സന്ധ്യ മയങ്ങി വിളക്ക് കൊളുത്തിയിട്ട് ഞാനിവിടെ നിന്ന് വൃത്തിയാക്കുക. ഞാനിവിടെ ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ഭയം വരാറില്ല. ഒരുപക്ഷെ എൻ്റെ മുൻഗാമികളും മറ്റുള്ളവരും ആരും ഇത്രയും അടുപ്പം കാണിച്ചിട്ടില്ല. വിളക്ക് കൊളുത്തുക ഈ ഏരിയയിലേക്ക് വരാതിരിക്കുക, ഭയന്നിട്ടങ്ങ് പോകുമായിരുന്നു. നാട്ടുകാരും അത് തന്നെ. പക്ഷെ എൻ്റെ കാലയളവിന് ശേഷം, ഞാൻ വന്നതിന് ശേഷം എൻ്റെ ഒരു വരവാണ് കൂടുതൽ ഇതിനെ. ഞാൻ വന്ന് എപ്പോൾ വേണമെങ്കിലും തൊട്ടുപിടിച്ച് പ്രാർത്ഥിക്കും. ചിലപ്പോൾ രാത്രിയിലൊക്കെ ചില വലിയ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട സമയത്തൊക്കെ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ചിലപ്പോൾ എനിക്ക് തോന്നും ധ്യാനം ചെയ്യണമെന്ന്. ആ ധ്യാനം ചെയ്തിട്ട് ഞാൻ ഓടി വന്നിട്ട് ഇവിടെ വിളക്ക് കൊളുത്തി അങ്ങ് പ്രാർത്ഥിക്കും. എനിക്ക് അനുഗ്രഹമായിട്ട് നിൽക്കണമെന്ന് പറയും. അതിപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ എത്തും. അത് എത്ര രാത്രി എന്നൊന്നുമില്ല. പണ്ട് രാത്രിയിൽ ഇങ്ങോട്ട് എത്താൻ അറച്ചിരുന്ന സ്ഥലമാണ്. ഞാൻ ഓടിയെത്തും. ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കച്ച ഉടുത്തിരിക്കുന്നു. എന്നുവെച്ചാൽ നെഞ്ചിന് മുകളിൽ ഇങ്ങനെ ഉടുക്കുമല്ലോ, കച്ച കെട്ടുക എന്ന് പറയും. അങ്ങനെ ഉടുത്തിട്ട് മുടി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, ശകലം സൈഡിലേക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കിടക്കുന്ന രൂപം. അതെനിക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് എങ്കിൽ വരച്ച് കാണിക്കാമായിരുന്നു അതുപോലെ. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കും, വരയ്ക്കാൻ അറിയുന്ന ഒരാളിന് ആ ചിത്രം വരയ്ക്കാമായിരുന്നു. ഞാൻ കണ്ട രൂപം കുറച്ചു നേരം ഇവിടെ നിൽക്കുന്ന കണ്ടു. അങ്ങനെ അങ്ങ് പോയി കണ്ടിട്ട്. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം അതിന് ശേഷം അങ്ങനത്തെ അവസ്ഥ വന്നു. അതിലും വളരെ വിചിത്രമായ സംഭവം, എൻ്റെ തന്നെ ഛായയുള്ള ഒരാൾ ഈ സ്ത്രീ രൂപവും ഒക്കെ കൂടെ ഇവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ മറ്റൊരിക്കലും കൂടെ കണ്ടു. അതെല്ലാം ഈ 2021 ഈ മകരത്തിലെ ഒരു മൂലനക്ഷത്ര ദിവസം കണ്ടതാണ്. അതിന് ശേഷം പിന്നെ കണ്ടു എൻ്റെ തന്നെ ഛായയൊക്കെ ഉള്ള ഒരാൾ. പക്ഷെ അദ്ദേഹത്തിന് കുടുംബയൊക്കെ ഉണ്ട്. ഒന്നാമത് ഇപ്പോഴേ ഇതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഇവിടെ അനാമത്ത് സ്വഭാവമുള്ളവർക്കൊന്നും വന്ന് കയറാനൊക്കെ, ആരുടെയെങ്കിലും നാശം ആഗ്രഹിച്ചുകൊണ്ടോ ഒന്നും ഒക്കുകയില്ല. വളരെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ കൃത്യമാക്കി യഥാർത്ഥത്തിൽ 2 തലമുറയ്ക്ക് ശേഷം ഇത്രയും കൃത്യതയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത് ഞാനാണെന്ന് അച്ഛനും ഒക്കെ പറയുമായിരുന്നു. കാരണം തിരിച്ചിത് കൊണ്ടുവരണമെന്നുള്ളൊരു മോഹം എനിക്ക് വന്നു. പിന്നെ ഇവിടെ നിന്ന് പോയത് ഈ ഓണാട്ടുകരയിലെ ഒരു പ്രധാനപ്പെട്ട മുടിയെഴുന്നള്ളത്ത് ഞങ്ങളുടെ വയലിൽ ഞങ്ങളുടെ ഈ കുടുംബത്തിലായിരുന്നു നടന്നിരുന്നത്. അത് നിന്നുപോയി. അച്ഛനിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 99 വയസ്സ് കണ്ടേനെ. അച്ഛനൊരു 10-14 വയസ്സ് കഴിയുന്നത് വരെ, 15 വയസ്സൊക്കെ ആവുന്നത് വരെ ഉണ്ടായിരുന്നു. ഇത് യുദ്ധത്തിൽ പോയി മരിച്ച ആളിൻ്റെ പരേതാത്മാവിനെ ആവാഹിച്ചിരുത്തിയിരിക്കുന്നതാണ്. അപ്പോഴോ ഇദ്ദേഹം മരിക്കുന്നത് മഞ്ഞുകാലത്താണ് യുദ്ധം നടന്നിരിക്കുന്നതൊക്കെ പറയുന്നത്, ഈ കായംകുളം ദേശത്തിൻ്റെയൊക്കെ. അപ്പോൾ ആ ഒരു കാലയളവ്, അതിനെക്കുറിച്ച് കൃത്യമായ രേഖകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ ഒരു സ്വർണ്ണമണി കെട്ടിയ പൂച്ച 4 കെട്ടിലുണ്ടായിരുന്നാണ് പറയുന്നത്. അത് വീണ് പെട്ടെന്ന് മരിക്കുകയും സന്ധ്യയ്ക്ക് കൊളുത്തി വെച്ചിരുന്ന വിളക്ക് തന്നെത്താനെ വീണൊടിയുകയും ചെയ്തു. ആ ദിവസം രാത്രിയിൽ രാജാവ് അറിയിക്കുകയാണ് യുദ്ധത്തിന് വരുന്നതിന് വേണ്ടി. ഇന്നത്തെ ഭൃത്യരെ വിട്ട് അറിയിക്കാൻ വേണ്ടി കതകിന് മുട്ടിയിട്ടൊന്നും തുറന്നില്ല. കാരണം ഇവിടെ അന്ന് മറ്റ് എതിർ രാജ്യത്തിൻ്റെ ആളുകളുടെ സാന്നിധ്യം ആയിരിക്കുമെന്ന് ഭയന്നിട്ട് അന്നത്തെ ഇവിടുത്തെ കളരിയുടെ ആശാനായിരുന്ന ആൾ, അദ്ദേഹം ഒരു സൈന്യാധിപനുമായിരുന്നു. അദ്ദേഹം തുറന്നില്ല. ഞാൻ പോകും, രാജ്യം പോകും, നീ വേഗം വാ എന്നായിരുന്നു അന്നത്തെ നീട്ടിൽ എഴുതിയിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ കായംകുളം ദേശത്തിൻ്റെ ആയിട്ട് പ്രധാനിയായിട്ട് പറയുന്നത് അന്നത്തെ ഈ സാംബവ സമുദായത്തിൽപ്പെട്ട ജോലിക്കാരുടെ കയ്യിൽ, അന്നത്തെ അദ്ദേഹത്തിൻ്റെ പരിചാരകരുടെ കയ്യിൽ എഴുത്തു കൊടുത്തു വിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കതക് തുറക്കാതിരുന്നപ്പം 4 കെട്ടിൻ്റെ പ്രധാന വാതിലിൻ്റെ പോർവടയിലൂടെ ഇട്ട കത്ത് നോക്കി വായിച്ചതിന് ശേഷം ഈ അത്യാസന്ന നില മനസ്സിലാക്കിയിട്ട് യുദ്ധത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങിയെന്നും, അങ്ങനെ സന്ധിക്ക് കണ്ട ഈ പൂച്ചയുടെ മരണവും സ്വർണ്ണമണി കെട്ടിയ മണിപ്പൂച്ച എന്ന് പറയും, അതിൻ്റെ മരണവും പിന്നെ ഈ വിളക്ക് വീണ് ഒടിഞ്ഞ സംഭവം കൊണ്ട് ഇന്ന് രാത്രിയിൽ തന്നെ പോകരുതെന്ന് മംഗലത്തമ്മ പറയുകയും, പക്ഷേ രാജാവ് അറിയിച്ച സ്ഥിതിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് സൈന്യങ്ങളെ വിട്ടതിന് ശേഷം രാത്രി 2 മണിക്ക് ഇവിടുന്ന് വില്ലുവണ്ടിയിലൊക്കെ ആയിട്ട് യാത്ര തിരിച്ചു, കുതിരവണ്ടിയിലോ മറ്റോ പോയെന്നും, അങ്ങനെ പത്തിയൂരെത്തിയപ്പോൾ പൊന്തക്കാട്ടിൽ വെച്ച് ഒരു പൊന്തക്കാടിന് സമീപം നിന്ന് പാത്തിരുന്നിട്ട് രാമയ്യൻ ദളവയുടെ പടയാളികൾ കുത്തിക്കൊന്നു എന്നാണ് ചരിത്രം. അങ്ങനെ യുദ്ധത്തിൽ മരിച്ചു എന്നല്ല, യുദ്ധത്തിൽ പോയി മരിച്ചു എന്ന്. യുദ്ധത്തിന് പോയി മരിച്ചു എന്നും പറയത്തില്ല, യുദ്ധത്തിൽ പോയി മരിച്ചു എന്ന്. അദ്ദേഹത്തിനെ ആവാഹിച്ചിരുത്തിയിരിക്കുന്നതാണ്. മറുത ആണെന്നാണ് സങ്കല്പം. ഹിന്ദുക്കളുടെ ആചാരം അനുസരിച്ചുള്ള മറുത എന്നൊരു സങ്കല്പമാണ് പറയുന്നത്. മറുത വല്യച്ഛനെന്നും മറുത അച്ഛനെന്നും പറയും. ഇവിടെ വിളക്കൊളുത്തലുണ്ട്, അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. ഇത് വലിയ ശക്തിയാണ്. ഈ ഇലഞ്ഞി അന്നേ ഉള്ളതാണ്. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർ തന്നെയും വളരെ സൂക്ഷിച്ച് ജീവിക്കണം. ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർ തന്നെ എന്തെങ്കിലും തെറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ശാന്തഭാവമേ അല്ല, പിന്നെ
വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അവരങ്ങ് വിട്ടുപോകും, അല്ലെങ്കിൽ അവർക്ക് വലിയ നാശങ്ങൾ വരും. ഇവിടത്തെക്കുറിച്ച് കൂടുതൽ പബ്ലിസിറ്റി, ഞാൻ ഇത്രയും വർഷം പ്രഭാഷകനായിട്ട് 30 വർഷത്തോളമായി പ്രഭാഷണ വേദികളിലുണ്ട്, 26 വർഷമായിട്ട് ജ്യോതിഷ വേദിയിലുണ്ട്, ജ്യോതിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നോക്കിയോ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും ഞാൻ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാത്വികരല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. അവർക്കിതൊന്നും കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അധർമ്മികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും ഒരു നാശം ചെയ്തിട്ട് പിന്നെ ആ നാശത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ വന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല കുറച്ച് ദോഷവും കൂടെ വേണമെങ്കിൽ സംഭവിച്ചെന്നിരിക്കാം. ഇവിടെ നിങ്ങളുടെ വശം ശരിയാണോ എങ്കിൽ, എന്നിട്ടും നിങ്ങൾക്ക് ദോഷമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വന്ന് വിളക്ക് കൊളുത്തിയാൽ മാത്രം മതി. പൂമാല ചാർത്തുക, യോഗീശ്വരൻ അത് പറയുമ്പോൾ ആ പല്ലി ചിലയ്ക്കുന്നു. ഇവിടെ സാത്വികരായിട്ടുള്ള എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം നടക്കണം, നിങ്ങൾക്ക് എത്ര നടന്നിട്ടും വിജയിക്കുന്നില്ല, നിങ്ങളുടെ വശം നന്മയുള്ളതായിട്ടും നിങ്ങൾ ശരിയായ രീതിയിൽ നീങ്ങിയിട്ട് പോലും നിങ്ങൾക്ക് ഫലിക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, കല്യാണം നടക്കുന്നില്ല, ഭൂമി സംബന്ധമായ കേസുകളൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല, ശത്രുക്കൾ വെറുതെ കലഹിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വശം ശരിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് വിളക്ക് കൊളുത്തിയാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ അങ്ങനെയുള്ള അല്ലാത്തതായ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വിളക്ക് കൊളുത്താം, എണ്ണ വാങ്ങിച്ച് വയ്ക്കുക, മാല വയ്ക്കുക, മാല ചാർത്തുക, ഇതിനപ്പുറം ഒന്നുമില്ല. അതോടുകൂടി കാര്യങ്ങൾ നടക്കും. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വശം ശരിയായിരിക്കണം. ഇപ്പോഴിതെല്ലാം പുറത്തേക്ക് വരാൻ കാര്യം ഇപ്പോൾ രാജീവ് വന്ന് ഇത് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയാനിടയായത്. പെട്ടെന്ന് ഞാൻ പലതിരക്കിനിടയിലും ഇത് ഞാൻ പറയാൻ ഈ സമയം കണ്ടെത്തിയത്. നമ്മൾ ഈ വൈകിയ വേളയിൽ ഇതാണ് പറയാനിടയായത്. ഈ മൂർത്തികളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. ആ കുടുംബാംഗം ഈ മൂർത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിലും യോഗയിലേക്കും മറ്റ് പൂജാതി കർമ്മങ്ങളിലേക്കും ഒക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. ശരിക്കും നമ്മളവിടെ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ആ ഒരു സമയത്ത് ഞാൻ ആ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക ലോകത്തെത്തിയ പോലത്തെ അവസ്ഥയാണ്. കാരണം നമുക്ക് നല്ല മനസ്സമാധാനം, ഒരു ടെൻഷനില്ല, നമ്മളെ ആരൊക്കെയോ ചേർന്ന് സംരക്ഷിക്കുന്ന പോലത്തെ ഒരു പ്രതീതി. എന്തായാലും അവിടെ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളോ പ്രചരിപ്പിക്കുന്ന ചാനലോ അല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ നാടുകളിലുള്ള ഓരോ വിശ്വാസങ്ങൾ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ ആയി കൊണ്ടുവരാം. നന്ദി.